മണ്ണുത്തിയിൽ പുതിയൊരു വീട് വാങ്ങിച്ച് താമസം തുടങ്ങിയിരിക്കുകയായിരുന്നു. പിന്നീടാണ് ഒരു വീട് വെക്കണമെന്നുള്ള ഒരു ആഗ്രഹം വന്നതും ഈ പുഴമ്പള്ളം ഈ ഭാഗത്ത് ഒരു വീട് വെച്ച് താമസം തുടങ്ങിയതും. എൻ്റെ പേര് മാധവൻ, എൻ്റെ വൈഫാണ് ഗിരിജ മാധവൻ. ഞങ്ങൾ ഗോവയിലായിരുന്നു താമസം, ജോലിയും എല്ലാം. കുട്ടികൾ എല്ലാവരും വളർന്നതും ഒക്കെ അവിടെ തന്നെയാണ്. നാട്ടിൽ വന്ന് ഒരു വീട് വെക്കണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. റെഡി ബിൽറ്റ് ആയിട്ടുള്ള ഒരു വീട് വാങ്ങാനുണ്ടായത്. അപ്പോൾ അതിൽ താമസം തുടങ്ങിയ സമയത്ത് ഞങ്ങൾക്ക് പലതരത്തിലുള്ള ഇതുകളും ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ റിലേറ്റീവ്സൊക്കെ ഒത്തിരി അകലെയാണ്. അപ്പോൾ അങ്ങോട്ട് വരാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾ വീടിനോട്, തറവാടിനോട് അടുത്തുള്ള ഒരു ഭാഗത്ത് സ്ഥലം നോക്കിയിട്ട് വീട് വെക്കാനുള്ള പ്ലാനായിരുന്നു ഞങ്ങൾ. എൻ്റെ പേര് ലെവിൻ പി ജോയ്. എൻ്റെ ഫേമിൻ്റെ പേര് ഫൈൻഡ് സ്റ്റുഡിയോ. എൻ്റെ കൂടെ തന്നെ 2 പാർട്ട്നേഴ്സ് ഉണ്ട്, ജയകൃഷ്ണൻ RJ ആൻഡ് നവീനസ്. ഞങ്ങൾ ട്രിവാൻഡ്രം ബേസ്ഡ് ആർക്കിടെക്ചർ സ്റ്റുഡിയോ ആണ്. നമ്മൾ കേരളത്തിലുടനീളം പ്രൊജക്ട്സുകൾ ചെയ്യുന്നുണ്ട്. ക്ലയൻറ്റ് നമ്മൾ അപ്രോച്ച് ചെയ്ത് തന്നെ ഒരു വെരി സിമ്പിൾ ആയിട്ടുള്ള അവരുടെ മാക്സിമം യൂട്ടിലൈസേഷന് പറ്റിയ ഒരു വീട് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിലൊരു 3 ബെഡ്റൂം ഹൗസ് വിത്ത് മിനിമം ഫുട് പ്രിൻറ്റ്. പക്ഷെ എന്നാൽ ഒരുപാട് വലിയ കോമൺ സ്പേസസ് വേണം, ഒരുപാട് പുറത്തിരിക്കാൻ പറ്റുന്ന, എക്സ്റ്റീരിയറിൽ നമുക്ക് ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന സ്പേസ് വേണം. അപ്പോൾ ഒരുപാട്, പക്ഷേ ഏരിയ വൈസ് ബഡ്ജറ്റ് വൈസ് നമുക്ക് ഒരുപാട് കയറി പോവും വേണ്ട. ബേസിക് റിക്വയർമെൻറ്റ്സിലാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്തത്. ക്ലയൻറ്റിൻ്റെ ആവശ്യങ്ങൾ അതായിരുന്നു. നമ്മൾ ഈ ഡബിൾ ഹൈറ്റ് വോളിയം ഇൻസൈഡ് വന്നിട്ടുള്ളത് വെച്ചിട്ട് തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹോട്ട് എയറൊക്കെ മുകളിലേക്ക് വന്ന് അത് എസ്കേപ്പ് ആവാനായിട്ട് തന്നെ നമ്മൾ 2 സൈഡിലും അതിന് ചെറിയ ഗ്യാപ്പ് കൊടുത്തിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തു. അതിന് വിത്ത് ഒരു കളർഡ് ഗ്ലാസ് ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട്. ഈ കളർ ഗ്ലാസ് കുറേയൊക്കെ നമുക്ക് സൺലൈറ്റ് കട്ട് ചെയ്യാനും യൂസ് ചെയ്യുന്നതാണ്. വീടിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ തന്നെ പുറത്തേക്ക് ചുറ്റും നോക്കുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കംപ്ലീറ്റ് ലാൻഡ്സ്കേപ്പ് നിൽക്കുന്ന പോലെ തന്നെ, നമ്മൾ ചെറിയ പ്ലോട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണെങ്കിലും ഇവിടെ പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ഒരു ജാളി വാൾസ് കംപ്ലീറ്റ്, കോമ്പൗണ്ട് വാൾസ് കംപ്ലീറ്റ് ആസ് എ ജാളി വാൾ, ഒരു ബാക്ക്ഗ്രൗണ്ട് സ്പേസ് പോലെ നിൽക്കുന്ന പോലെ തന്നെയാണ് നമ്മളെല്ലാം കൺസീവ് ചെയ്തിട്ടുള്ളത്. ഈ ഡബിൾ ഹൈറ്റ് വോളിയം ഇൻസൈഡിലുള്ള ഡബിൾ ഹൈറ്റ് വോളിയം തന്നെ നമ്മൾ അതിനെ കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ ഒരു സ്ലാൻഡിങ് റൂഫ് വെച്ചിട്ടാണ്. ഈ സ്ലാൻഡിങ് റൂഫ് തന്നെയാണ് നമുക്ക് നമ്മുടെ ഒരു എക്സ്റ്റീരിയറിലേക്ക് ഉള്ള ഒരു ഫോമായിട്ട് വരുന്നത്. അപ്പോൾ ഈ സിറ്റ് ഔട്ട് സ്പേസിലേക്ക് ഇതിന് നേരെ ഇൻവെർട്ടഡ് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു റൂഫും കൂടി നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെയാണ് ഒരു ബട്ടർഫ്ലൈ റൂഫ് പോലെ നമുക്കൊരു സൈഡിൽ തോന്നുന്ന രീതിയിലാണ് അതിൻ്റെ എലിവേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ തന്നെ കൂടുതലും ഒരു എർത്തി ടോൺസിലുള്ള മെറ്റീരിയൽസ് ആണ്. പിന്നെ ഫ്ലോറിംഗ് എല്ലാം തന്നെ ഇപ്പോൾ ജയ്സൽമർ സ്റ്റോണും കോട്ട സ്റ്റോൺസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മെയിൻ ലിവിങ് ഏരിയയിലെല്ലാം തന്നെ ജയ്സൽമർ സ്റ്റോൺസും ബാക്കി എല്ലായിടത്തും ഒരു കോട്ട സ്റ്റോൺസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ എല്ലാം പല സ്ഥലത്ത് പല കളേഴ്സ് പോപ്പപ്പ് ചെയ്ത് നിൽക്കുന്ന ഫർണിച്ചേഴ്സ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ ഫർണിച്ചേഴ്സൊക്കെ പിന്നീടായാലും ആഡ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. നമ്മളെല്ലാം ഇതിനൊരു ബേസിക് ഒരു പാലറ്റ് ഉണ്ടാക്കി കൊടുക്കുക, ഒരു ക്യാൻവാസ് ഉണ്ടാക്കി കൊടുക്കലാണ് മെയിൻലി ചെയ്തിട്ടുള്ളത്. ബാക്കി അവരുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച്, ക്ലയൻറ്റിൻ്റെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിട്ട് അവരും അതിനനുസരിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്ത് ഇവോൾവ് ചെയ്ത് വരിക ചെയ്യുക.